കരുണാകരനും ആന്റണി അങ്ങനെ ഇവരൊക്കെ ആയിട്ട് രാഷ്ട്രീയപരമായിട്ട് വിമർശനങ്ങളും പിന്നെ വാക്തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സൗഹൃദം സൂക്ഷിച്ചിരുന്നു. സൗഹൃദം അത് എപ്പോഴും ഉണ്ട്. അത് നമുക്ക് അതിശയം കണ്ടാല് മുഖ്യമന്ത്രിയായ സമയത്ത് തന്നെ പിന്നെ പനി വന്നു. പനിച്ചാൽ രണ്ടാളും ഇവർക്ക് പ്രത്യേക റൂമല്ലേ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനല്ലോ. അപ്പം കരുണാകരനാ രാവിലെ എത്തിയത്. നമ്മളവിടെ അഡ്മിറ്റ് ചെയ്ത് പിറ്റേന്ന് പറ്റുമ്പോഴേക്ക് കരുണാകരൻ എത്തും. അങ്ങനെയാണ് കരുണാകരൻ്റെ കാര്യം. നമ്മൾ കുറച്ച് 9 മണി 10 മണിയാകുമ്പോൾ എത്തും. എന്നിട്ട് കരുണാകരൻ വന്ന് സഖാവിൻ്റെ കിടക്കയിൽ തന്നെ ഇരുന്നു. കിടക്കയിലിരുന്ന് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കരുണാകരൻ സഖാവിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ നായനാരെ ഇനി പഴയ പോലൊന്നും നമുക്കൊന്നും ഓടാൻ കഴിയില്ല, നല്ലൊരു വണ്ടി വേണം ഇനി. മറ്റേ അംബാസിഡർ വണ്ടിയിലേ പോവുള്ളൂ, അതേ ഉപയോഗിക്കുള്ളൂ. സർക്കാരിനും കൂടെ ഇത് നഷ്ടാക്കാൻ പാടില്ല എന്നല്ലേ സഖാവിന്റെ പോളിസി. എന്നിട്ട് പിന്നെ എന്നിട്ട് അത് നിങ്ങൾ നല്ല ബെൻസ് വാങ്ങാൻ പറയണമെന്ന്. അന്നേരം സഖാവ് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സഖാവിന് ഇപ്പം വലിയ വിഷമം തന്നെയാണ് ഇതിൽ പോകുന്നത്. ഒരുപാട് ദൂരെല്ലാം ഇവർ ഇടുക്കി അങ്ങോട്ടെല്ലാം പോകുമ്പം വലിയ വിഷമല്ലേ. എന്നിട്ട് പിന്നെ അത് നമുക്ക് ആലോചിക്കാം, അത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. അയാൾ പോയവിടെ എന്നോട് വന്നു, ശാരദേ ഇപ്പം കരുണാകരൻ പറയും നീ കേട്ടില്ലേ വാങ്ങുന്നു. ഞാൻ വാങ്ങിയ ഉടനെ പറയും കരുണാകരൻ, കണ്ടോ ഇപ്പം നായനാറ് ബെൻസ് കാറിലാന്ന് എന്ന് ഇങ്ങനെ പറഞ്ഞ് അച്ചിട്ട മാതിരി പോയി. പിന്നെ സഖാവിനും തോന്നി ഇത് സ്റ്റേറ്റ് അവർക്ക് സ്റ്റേറ്റ് കമ്മിറ്റി വെക്കണമല്ലോ എല്ലാം, അങ്ങനെയല്ലേ ഇവരെ പാർട്ടി. എന്നിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി വെച്ചാൽ എല്ലാവരും അതിന് അനുകൂലിച്ചു. ഈ ബെൻസ് കാറ് അത് വാങ്ങി 2 ആഴ്ച വിടുമ്പോൾ കരുണാകരൻ, കണ്ടോ ഇപ്പം സമ്മേളനത്തിലെ ഇപ്പം യാത്ര ഇപ്പം നായനാർ ബെൻസിലായതാ. പിറ്റേന്ന് പത്രത്തിൽ വന്നുവല്ല, പിറ്റേന്ന് പത്രത്തിനും വന്നു. ഞാൻ പറഞ്ഞേ എന്നിട്ട് എന്നോട് പത്രം വായിച്ച ഉടനെ എനിക്ക് തന്നു. മറ്റു അടിയിടുവായി ആ പത്രം. എന്നിട്ട് വായിച്ച ഉടനെ ഞാൻ അതിൻ്റെ അകത്ത് മേലെ മുറിയിലിപ്പം പത്രം തരുന്നു, നീ വായിച്ചു നോക്കുന്നതാണ്. അപ്പം ഞാൻ വെച്ചെന്നാ അപ്പം നീ വായിച്ചു നോക്കുക. അപ്പം ഞാൻ പേജിട്ട് വായിക്കും. വലിയ വെണ്ട കക്ഷത്തിൽ നായനാർ ഇപ്പോൾ ബെൻസ് കാറിൽ യാത്ര ചെയ്തു. അപ്പൊ എന്നോട് അന്ന് പറഞ്ഞത്, ശാരദേ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതല്ലേ കരുണാകരൻ ഇപ്പം ഇത് പറയും, പക്ഷെ ഞാൻ വണ്ടി വാങ്ങിയാൽ തിരിച്ചും പറയും. അങ്ങനെയാ കരുണാകരൻ്റെ സ്വഭാവം. പക്ഷെ അവരെന്ത് പറഞ്ഞാലും വളരെ സ്നേഹാണ് അവര് തമ്മിൽ. ഇത് കാര്യങ്ങൾ തന്നെ പിന്നെ രാഷ്ട്രീയപരമായിട്ടും എല്ലാം എതിരാണെങ്കിലും പക്ഷെ രണ്ടാൾ ഉള്ളിൽ എന്താണ് കണ്ണൂരിക്കാരായതുകൊണ്ടാണോന്ന് എനിക്ക് അറിയില്ല, രണ്ടാൾ സ്വഭാവവും നല്ല ഇത് പിന്നെ നല്ല ഒരു മനസ്സാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവസാനം ഡൽഹിയിൽ ഉള്ള സമയത്ത് സഖാവിൻ്റെ അന്ന് ഓപ്പറേഷന് ലാസ്റ്റ് പോയില്ലേ, ആ സമയത്ത് കരുണാകരന് എപ്പോഴും ഇതിൽ ആസ്മേൻ്റെ അസുഖം ഉണ്ടല്ലോ. അപ്പോൾ ഈ കഫം വലിച്ചെടുക്കണം പോലും. അപ്പം ഞങ്ങൾ കിടന്നതിൻ്റെ 3ാമത്തെ മുറിയിലാണ് കരുണാകരൻ കിടക്കുന്നത്. അയാൾക്കിത് രാവിലെ എടുക്കണം. അപ്പം പിന്നെ രാവിലെ കരുണാകരൻ എണീറ്റ് നടക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ റൂമിലേക്ക് വേണ്ടി നായനാരെ എന്തുണ്ട് എല്ലാം ചോദിച്ചിട്ടേ പോകുള്ളൂ എല്ലാ കാര്യം. ഒരു ദിവസം രാവിലെ ഉണ്ട് വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ നായനാരെന്ന്. ഞാൻ പോലും എനിക്ക് ഈ അസുഖമെല്ലാമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കില്ലല്ലോ. മറ്റാതെങ്കിലും നമ്മൾ ഈ ബർത്ത്ഡേ അപ്പാന്നെല്ലാം നോക്കുമല്ലോ. ഞാൻ ആലോചിച്ചിട്ടില്ല. കരുണാകരൻ വന്നിട്ട് നായനാരോട് പറയും, നായനാർ ഇങ്ങനെ കിടക്കുമെന്ന്. അന്നേരം എന്നോട് ഹാപ്പി ബർത്ത്ഡേ നായനാര്. എല്ലാം കഴിഞ്ഞു. ഞാൻ അത്ര ഒരു സ്നേഹമാണ്. പക്ഷെ രാഷ്ട്രീയം രണ്ട് തന്നെ, അതിനൊരു വ്യത്യാസമില്ല.